നമസ്കാരം. ഞാനിപ്പോൾ എടുക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ ചൈന ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഈ ഒരു ഹാർമോണിയം പുതിയതും അതുപോലെ തന്നെ സർവീസ് ചെയ്തും ഒക്കെ കൊടുക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ നമുക്ക് പരിചയപ്പെടുന്ന മുന്നെയാണ് ഇത്. ചേട്ടാ പേരെന്തോന്നോ? ഹരികുമാർ. ഓക്കെ. അപ്പോൾ ഇത് പുതിയ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവല്ലയിലേക്കുള്ള വർക്കാണ്. അപ്പോൾ ചേട്ടാ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ചേട്ടാ എത്ര വർഷമായി ഇത്? ഞാനിപ്പോ ഇതിന്റെ ഈ ഫീൽഡിൽ ഒരു 4 വർഷമായുള്ളൂ. പണ്ടോട്ട് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഫീൽഡിലൊക്കെ ഞാൻ വന്നിട്ട് 4 വർഷമായി. 4 വർഷമായിട്ടുള്ളൂ. പിന്നെ ഇത് നിർമ്മിക്കുന്നത് തേക്കടിയാണ്. ഫുള്ള് തേക്കടിയാണ്. ഫുള്ള് തേക്കടി ഉപയോഗിക്കുന്നത്. നല്ല ഈടേക്കത്തില്ല. ഓൺലൈനിലൊക്കെ ഇതിനെക്കാട്ടി കുറച്ച് സാധനം കിട്ടും. പക്ഷെ അത് ഇപ്പൊ പഴയതിൽ നിന്ന് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഇതിനകത്ത് വരുത്തിയിരിക്കുന്നത്? എങ്ങനെ? പഴയ ഹാർമോണിയത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്? പഴയ ഹാർമോണിയത്തിൽ പഴയ മോഡൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ മോഡൽ തന്നെയാണുള്ളത്. പിന്നെ അത് കുറച്ച് വ്യത്യാസമായി സൈഡ് വെല്ലോസ് അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സുകൾ അതൊക്കെ ഉള്ളൂ. ഇപ്പോഴും ആവശ്യക്കാരെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എന്തായാലും ഒരു പാട്ട് ട്യൂൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ തന്നെ പാട്ട് ട്യൂൺ ചെയ്യുന്ന ഹാർമോണിയം തന്നെ വേണം. അല്ലാതെ ഇപ്പോഴത്തെ കീബോർഡൊന്നും വെച്ചാണ് പാട്ട് ട്യൂൺ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കഥാപ്രസംഗ മത്സരത്തിന് ഇന്നും സ്കൂളുകളിലും ഒക്കെ മത്സരരംഗത്ത് കീബോർഡൊന്നും ഉപയോഗിക്കത്തില്ല. ഇപ്പോഴും ഹാർമോണിയം കൊണ്ട് പോയെങ്കിൽ മത്സരരംഗത്ത് കഥാപ്രസംഗം അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു ഉപകരണം പറ്റത്തില്ല. അങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവമൊക്കെ എന്റേതാണ് കുട്ടികൾ പിന്നെ ജില്ലയിൽ സംസ്ഥാനം കൊണ്ടുപോയത്. ഇപ്പൊ ഏകദേശം എത്ര എണ്ണം ചെയ്ത് വിറ്റ് കാണുന്നത്? ഇവിടെ ഇപ്പൊ പുതിയത് പിന്നെ എത്ര അങ്ങനെ എണ്ണം വന്നാലും ധാരാളം പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം ഞാൻ 3 എണ്ണം കൊടുത്തു. ഈ ജനുവരിയിൽ ചെയ്യാൻ എത്ര സമയം എടുക്കും? ഇതൊരു 10 ദിവസം എടുക്കും. ഈ നോർമൽ സൈസ് ഒക്കെ ആണെങ്കിൽ. പിന്നെ അതിന്റെ മറ്റേ വേറെ മോഡലൊക്കെ ആണെങ്കിൽ അനുസരിച്ച് വർക്ക് കൂടും. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. ഇതിപ്പോ ഇതൊരു സാധാ മോഡലാണ്. അപ്പൊ അതിന് കട്ടാൻ ഇങ്ങനെ ഇരിക്കും. ഇതേപോലെ നമ്മൾ അല്ലാതെ ഫോൾഡിങ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. രണ്ടും വ്യത്യാസമുണ്ട്. ഇത് 3 വരുന്നത്. 3 ലെയർ വരും. അല്ല, ഇത് പൊട്ടുന്നില്ല. ഇതുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റ് പൊട്ടിയതല്ല ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ പണി കൂടും. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഈ ഇരിക്കുന്നത് അല്ല, ഇതല്ല. ഇത് ചെയ്തതും ഇതേ മോഡലാ. അതെല്ലാം ഇത് അല്ലാതെ ഓൺലൈനിൽ വന്നത്. ഓൺലൈനിൽ റിപ്പയറിങ് വന്നത്. ഇപ്പൊ ഇത് തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കാർബോർഡോ അതോ തടിയോ എന്തോ? ഇത് തടിയാണ്. പക്ഷെ അത് ഇവിടുത്തെ തടിയല്ല, മലേഷ്യൻ വുഡ് കണ്ട അതേ തേക്കിന്റെ കളറടിച്ച് വന്നേക്കോ. ഇതെന്ത് സംഭവം? ഇതേ തടിയ എന്താ നടത്തില്ല. നല്ല വരില്ല. കളർ പെയിന്റ് അടിച്ചേക്കും. ഒറിജിനൽ തേക്ക് കടിക്ക് പെയിന്റ് അടിക്കേണ്ട കാര്യമില്ല. അതാണ് വ്യത്യാസം. ഇപ്പൊ എത്ര മോഡലുണ്ട് ഇത് വെർട്ടിക്കൽ ടൈപ്പാണ്. പിന്നെ അതിന്റെ ഫോൾഡിങ് ടൈപ്പ് ഉണ്ട് 2. പിന്നെ ഇതിന്റെ ട്രിപ്പിൾ സൈസ് ആകുമ്പോൾ ഈ കപ്ലർ എന്ന് പറയും. അതായത് നമ്മൾ ഒരു സ്ഥായി വായിക്കുമ്പോൾ ഇപ്പുറത്തേക്ക് കേൾക്കും. ഈ ഒരു ഘട്ടം വായിക്കുകയാണെങ്കിലേ ഇത് ഓട്ടോമാറ്റിക്കായി താഴും. അങ്ങനെ സാധനങ്ങളുണ്ട്. പിന്നെ സ്കെയിൽ ചേഞ്ചർ ഉണ്ട്. അങ്ങനെ പല മോഡലുണ്ട്. അതൊക്കെ ട്രിപ്പിൾ ഓട്ടോമാറ്റിക് ചെയ്തത്. ഇപ്പൊ ഇതും ഇരിക്കുന്നതും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ഇത് ഡബിൾ എന്ന് പറയും. അത് 2 സെറ്റ് റീഡ്. ബാസും മെയിലും 2 സെറ്റുകളിനകത്ത്. ട്രിബിൾ വരുമ്പോൾ അതിൽ 3 സെറ്റ് റീഡ് വരും. ബാസും മെയില് ഫീമെയില്. പിന്നെ അതിൻ്റെ 4 വരുന്നുണ്ട്, 5 ഉണ്ട്. അങ്ങനെ ഓരോ കൂടി വരും. റീഡ് സെറ്റിൻ്റെ എണ്ണം കൂടുമ്പോൾ വിലയിലും വ്യത്യാസം വരും. ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്കുണ്ടായ അനുഭവം, പുള്ളിക്കാരൻ വായിക്കത്തില്ല. അച്ഛൻ്റെയാണ്. അപ്പോൾ അതുപോലെ നന്നാക്കാനെ കൊണ്ട് പലയിടത്ത് അന്വേഷിച്ച് നടന്ന് എൻ്റെ ഇതുപോലൊരു വീഡിയോ കണ്ടാണ്. അയാൾ കണ്ണൂരിൽ കൊണ്ടുവന്നത്. കണ്ണൂർ അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ശരിയാക്കി കണ്ടുപോയി. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ. സർവീസ് എങ്ങനെ? ഇത് നമ്മൾ കൊറിയർ അയച്ചു തരുമോ? അല്ല, നേരിട്ട് കൊണ്ടുതരും. നേരിട്ട് കൊണ്ടുവന്നേ പറ്റും. നേരിട്ട് കൊണ്ടുവന്നവരുണ്ട്. ചിലർ കൊറിയർ അയച്ചു തരുന്നവരുണ്ട്. ഈ കൊറിയറിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേന് എന്തെങ്കിലും ഡാമേജുകളോ? ഇല്ല, അങ്ങനെ വരുന്നില്ല. ഏത് കൊറിയറാ അയക്കുന്നത്? DTDC. എല്ലാം തേക്കാണ്. ഒരു കുഴപ്പവും വരില്ല.
മേടിക്കുന്നവർക്ക് മുതൽക്കൂട്ടായിരുന്നു. ഇതാ ഓൺലൈൻ സാധനം മേടിച്ച് പുറമേ ഉള്ള ഭംഗിയുള്ള അകത്ത് ഇത് എവിടാ ഇത് സൗണ്ട് വരുന്നത് കറക്റ്റ്? സൗണ്ട് ആണ്. ഇതാണ് റീഡ് എന്ന് പറയുന്ന സാധനം. ഇതിനകത്താ സൗണ്ട് വരുന്നത്. ഈ റീഡ് ഇതാ എയർ ഞാൻ ഈ എയർ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഈ ഇറങ്ങി അടിയിൽ പോകും. അടിയിൽ ഇതുപോലെ ഒരു സാധനമുണ്ട്. എന്നിട്ട് ആ എയർ മേപ്പോട്ട് തള്ളി കൊടുക്കും. തള്ളുമ്പോഴാണ് നമ്മളെങ്ങനെ വായിക്കുന്ന ആ കട്ട നിൽക്കുമ്പോൾ ഇപ്പോൾ ഏത് കട്ട നിൽക്കുന്നത് വെച്ചാൽ ഈ കട്ട നിൽക്കുന്നെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ എയർ വന്നാണ് സൗണ്ട് വരുന്നത്. അത് ഇങ്ങനെ ഇത്രയും സൗണ്ടുകളും കാര്യങ്ങളും അല്ല. അത് ചേട്ടൻ അത് പഠിച്ചിട്ടുണ്ടോ? അത് സെറ്റ് ചെയ്യണമെങ്കിൽ പഠിക്കണം. മലയാളത്തിൽ സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം ഇങ്ങനെ കുറച്ച് സംഗീതമായിട്ട് പഠിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ അത്യാവശ്യ വശങ്ങളൊക്കെ പഠിച്ചതുണ്ട്. ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും വീട്ടിലെ ആ ഒരു പഴയ അച്ഛനൊക്കെ ചെയ്യുന്നത് കണ്ട് കേട്ട് അങ്ങനെയുള്ള അതാണ് അവർ ചെയ്യണം എന്നുള്ളൊരു മനസ്സിൽ കിടക്കുന്നത്. ഇപ്പൊ എല്ലാ സിസ്റ്റനും ഇതേപോലെ ആയിരിക്കത്തില്ല. ഈ ഹോളുകളൊക്കെ വ്യത്യാസങ്ങളാണ്, അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ട്. അത് ഓരോ മോഡൽ അനുസരിച്ചാണ്. മോഡൽ അനുസരിച്ച് പണിയിൽ വ്യത്യാസം വരും. പക്ഷെ നേരത്തെ കാണിച്ചതിനകത്ത് ഹെഡ് എന്ന് പറഞ്ഞു കാണിച്ചായിരുന്നു. അത് അതിന്റെ പണി വേറെ രീതിയായിരുന്നു. അത് വേറെ ട്രിപ്പിൾ സൈസാ. എങ്ങനെയല്ല വെക്കുന്നത്. അതിനാ ഹെഡ് ഉള്ളത്. ഇതിന് ഹെഡില്ല. ഇല്ല. ഇതിന് ഏറാ ഫുള്ള്. അല്ല ഇത് ഏറെ എല്ലാത്തിനകത്ത് ഏറാ വരുന്നത്. ഏറെ സംഭവം ചെയ്യുന്നത്. ഏറാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. എയറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് സംഭവം. ഇതിനകത്തുള്ള എയർ ഇതിന് താഴ്ത്തി എന്നിട്ട് അവിടെ തിരിച്ചു പിടിക്കും. ഈ ഇതിനകത്തുള്ള എയർ കണ്ട് തന്നെ ഈ വാൽവ് ഉണ്ട്. ഈ വാൽവ് ഇപ്പൊ തന്നെ കിടക്കും. ഇതൊക്കെ അല്ലേ ഇതിനകത്തോടെ എയർ ഇപ്പൊ എയർ കയറും. എയർ കയറുമ്പോൾ ഇതാണ്ട് ഇത് നോക്കിയുള്ള ലെതർ ഉണ്ട് പിടിക്കുന്നത് അകത്ത് ഇതില്. അതങ്ങ് ടൈറ്റ് ആകണ്ടോ. കയറി എയർ വെളിയിൽ പോകുന്നില്ല. ആ സാധനം ഇവിടെ വരും. അകത്ത് ഇതുപോലൊരു വെല്ലൂസ് ഉണ്ട്. ആ വെല്ലൂസ് കൊടുത്തിട്ട് പിന്നെ അടിയ സ്പ്രിങ് ഉണ്ട്. അപ്പം നമ്മൾ വായിക്കുന്നതനുസരിച്ച് ഇത് മേപ്പോട്ട് ഇങ്ങനെ എയർ തള്ളി കൊടുക്കും. ഇത് കൊടുക്കുന്നതനുസരിച്ച് വീണ്ടും എയർ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ആ എയറാണ് നമ്മൾ വായിച്ച് കൊടുക്കുമ്പോൾ ആ ഹോളിൽ കൂടി ഇങ്ങനെ സൗണ്ട് കാറ്റ് കേൾക്കുന്നു. അപ്പൊ ഈ ഒരു ഓരോ കട്ടകൾക്കും അതിൻ്റെ എന്ത് വ്യത്യാസം? ഇത് 3.5 സ്ഥായിയാണ്. ഒരു സാധനമായിട്ട് 3, 3.4, 3 അങ്ങനെ ഓരോ കണക്കുണ്ട്. ഇതിപ്പോൾ 3.5 സ്ഥായി എന്ന് പറയും. ഇത് 3 സ്ഥായിട്ട് വരുന്നത്. ഇവിടെ വരെ അതിൻ്റെ കഥ ഒരു സ്ഥായി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നതിൻ്റെ സൗണ്ട് കൂടി വരും. ഇങ്ങനെ ഫിറ്റിങ്സ് ഹാൻഡിലൊക്കെ ഉണ്ട്. ഹാൻഡില് പിന്നെ അങ്ങനെ ചെറിയൊരു ഫിറ്റിങ്സ് ഒക്കെ വെക്കാം. ഇതെന്തോ സംഭവം? ഇത് നോബ്. അത് നമുക്ക് ഇതിപ്പോ 2 സെറ്റിൽ വെച്ചേക്കുന്നേ. ബാസമ്മേൽ എന്ന് പറയും. ഇതിപ്പോ ഹോളിൽ അടഞ്ഞു. അടഞ്ഞു. ഇതിപ്പോ മെയിൽ മാത്രം മേടിച്ച പിന്നെ പാട്ട് ട്യൂൺ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് സൗണ്ട് പാട്ട് ട്യൂൺ ചെയ്തില്ല. അതിന് ഈ ബാസങ്ങ് അടക്കി മെയിൽ മാത്രം ഇട്ട് ട്യൂൺ ചെയ്യും. ഇപ്പൊ കുറച്ച് സൗണ്ടേ ഉള്ളൂ. ഇപ്പൊ ചെറുതായിട്ട് സൗണ്ട് കേട്ടുള്ളൂ. മെയിൽ മാത്രം മതി. ആ ബാസിന്റെ മെയിൽ മാത്രം തുറക്കുക. ഇത് വന്നാൽ മെയിൽ മാത്രമേ കേൾക്കത്തുള്ളൂ. മറ്റേ ബാസ് കൂടെ വരുമ്പോൾ ഇതിനേക്കാൾ സൗണ്ട് കൂടും. ഇനി കുറച്ച് ഫിറ്റിങ്സ് കൂടെ ഒക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ചെയ്ത് തരുന്നേ ഉള്ളൂ. അതെല്ലാം എന്നോട് ഫിറ്റ് ചെയ്യണം. എൻ്റെ പേര് ഹരികുമാർ. പിന്നെ പത്തനംതിട്ട ജില്ല കോന്നിയാണ്. കോന്നി ചൈനാമുക്കിലാണ് സ്ഥലം. ഫോൺ നമ്പർ 98 46 78 65 12.